മക്കളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവിന് എന്തൊരു സന്തോഷമാണെന്നറിയാമോ? വചനങ്ങൾ കേൾക്കുവാൻ ഒരേ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചിരുന്ന് ഒരേ വചനങ്ങൾ കേൾക്കുമ്പോൾ വലിയതായിരിക്കുന്ന പവർ, അഭിഷേകം സർവ്വമക്കൾക്കും ഉണ്ടാകും. പല കാര്യങ്ങളോടും പരിശീലനം കുറവുള്ളവർ സങ്കടപ്പെടുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. ബിരുദങ്ങൾ ഉണ്ടായിട്ടും ജോലിക്ക് വേണ്ടി ക്ലേശിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ആരാ ഇത് എനിക്ക് പറഞ്ഞു തരാം, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ പല പ്രശ്നങ്ങളുമായി നിൽക്കുന്ന ധാരാളം വ്യക്തികളെ ജെറുസലേമിലെ ഈ ആലയത്തിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്രകാരം ക്ലേശിക്കുന്ന എല്ലാവർക്കുമായിട്ടുള്ള വചനം ഇതാ കർത്താവ് തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. മകളെ, 2 കാര്യങ്ങൾ: ഒന്ന് പഠിപ്പിക്കുന്ന, 2 അനുസ്മരിപ്പിക്കുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. എല്ലാ വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ് ഓർമ്മക്കുറവ്, ബുദ്ധിശക്തിയില്ല, പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇങ്ങനെ ക്ലേശിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ. ഞാൻ നിങ്ങളോട് പറയട്ടെ മക്കളെ, ഈ വചനം ഹൃദയസ്ഥമാക്കി, യോഹന്നാൻ 14:26 വചനം ഹൃദയസ്ഥമാക്കി ഓരോ ദിവസവും പ്രഭാതത്തിലും സായങ്കാലത്തിലും രാത്രികാലത്തിലും ഒന്ന് ഏറ്റുപറഞ്ഞു നോക്ക്. നിന്റെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ എളുപ്പമാക്കി തരും. പഠിക്കുന്നവ കൃത്യസമയത്ത് ഓർക്കാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എഴുതുവാനും അവിടെ നമ്മെ സഹായിക്കും. വൈകല്യങ്ങളും ദാരിദ്ര്യവും ഉണ്ടെങ്കിലും ഉപദേശങ്ങളും ശാസനകളും സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ വചനം മനഃപ്പാഠമാക്ക്. എന്നെ വിശ്വസിക്കേ, ഈ വചനം മനഃപ്പാഠമാക്ക്. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുവാനുള്ള കൃപകൾ കിട്ടും. വിദ്യാർത്ഥികളെ, യുവതി യുവാക്കന്മാരെ, ദമ്പതിമാരെ, ഭാര്യമാരെ, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, എല്ലാവരേക്കും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാനും ഓർമ്മപ്പെടുത്തി തരാനും പരിശുദ്ധാത്മാവിന് സാധിക്കും. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, വേണ്ടതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല, അവരൊക്കെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിച്ചു തരണമേ, എന്നെ ഓർമ്മപ്പെടുത്തി തരണമേ എന്ന്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.